സീറോ മലബാർ സഭയിൽ ജനാഭിമുഖവാദക്കാർ തങ്ങളുടെ പൃഷ്ഠം കാണിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നു. സഭയുടെ ചരിത്രത്തിലെ മാർപ്പാപ്പമാർ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ഇരു കരങ്ങളിൽ വഹിച്ചുകൊണ്ടാണ് ജനത്തിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. മാർപ്പാപ്പമാർ തുടങ്ങി സഭയുടെ അധികാര ശ്രേണിയിൽപ്പെട്ടവർ മുഴുവൻ ഇക്കാലം അത്രയും ദിവ്യകാരുണ്യത്തെ ഇരു കരങ്ങളിലാണ് വഹിച്ചു കണ്ടിട്ടുള്ളത്. അധികാര ശ്രേണിയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന കത്തോലിക്ക സഭയിലെ ഒരു മെത്രാപ്പോലിത്തയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ദിവ്യകാരുണ്യത്തെ തോളിൽ വഹിക്കുന്നതും കാണാൻ കഴിഞ്ഞു. ജനാഭിമുഖവാദക്കാരായ വൈദികർ ദിവ്യകാരുണ്യം സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ദേവാലയങ്ങളിലെ സക്രവാരികളുടെ മുൻപിൽ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ദിവ്യകാരുണ്യത്തെ പൃഷ്ഠം കാണിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ നാടകങ്ങളും നടത്തുന്നത്. ദിവ്യകാരുണ്യത്തെ തോളിൽ വഹിച്ചുകൊണ്ട് നടത്തിയ മഹാനാടകത്തിൽ തങ്ങളുടെ പിറകെ വരേണ്ടതാണ് ദിവ്യകാരുണ്യമെന്ന്, അഥവാ പരിശുദ്ധ കുർബാനയെ കരങ്ങളിൽ വഹിക്കേണ്ടവർ തോളിൽ വഹിച്ചുകൊണ്ട് അപമാനിച്ചതുപോലെ തന്നെയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ഏറ്റവും പൂജ്യമായി സൂക്ഷിച്ചു വയ്ക്കുന്ന അൾത്താരയിലെ സക്രാരിക്ക് പൃഷ്ഠം കാണിച്ചു നിന്നുകൊണ്ട് അപമാനിക്കുന്നതും. കത്തോലിക്ക സഭയിലെ ദേവാലയ നിർമ്മാണ ഘടനയിൽ സക്രാരി പ്രത്യേകമായ സ്ഥാനത്താണ് നിർമ്മിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീര രക്തങ്ങളായി മാറുന്ന ഓസ്തി വിശുദ്ധ കുർബാനയുടെ കാർമ്മികനായ പുരോഹിതനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളും ഉൾക്കൊണ്ടതിന് ശേഷം അധികം വരുന്ന ദിവ്യകാരുണ്യം ഏറ്റവും പൂജ്യമായി സൂക്ഷിക്കുന്ന ഇടമാണ് സക്രാരികൾ. ഈശോയുടെ ജീവസുറ്റ സജീവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഏറെ പൂജ്യമായി കാണുന്ന ഇടമാണ് സക്രാരി. അത്രയും ഗൗരവം ഉള്ളത് കൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ ദേവാലയ ഘടനയിൽ പ്രത്യേകമായ വിധം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥാനമാണ് സക്രാരികൾക്കുള്ളത്. ജനാഭിമുഖവാദക്കാർ പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് എതിരാണ് എന്നും പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഏറ്റവും പൂജ്യമായ ഇടത്തു തന്നെ സക്രാരി സ്ഥാപിച്ചുകൊണ്ട് അതിനെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് എല്ലാ വിധത്തിലും അപമാനിക്കലുകൾ തുടരുകയാണ്. സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനയെ പൃഷ്ഠം കാണിച്ച് അപമാനിക്കുന്നവർ നടത്തുന്നത് കറുത്ത കുർബാന അഥവാ ബ്ലാക്ക് മാസ് ആണോ? ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുന്നുവോ? ഈ ചോദ്യങ്ങളാണ് വിശ്വാസികൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.